നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധി ഉണ്ട് എന്നുള്ള വചനം കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. അതിബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളെക്കുറിച്ചുള്ള ചില ചിന്തകളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുക. അതിബുദ്ധിമാന്മാരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതിബുദ്ധിമാന്മാരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ലക്ഷണമെന്ന് പറയുന്നത് അവർ വളരെ ഫ്ലെക്സിബിളാണ്, അഡാപ്റ്റബിളാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഏത് ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ, അതിനനുസരിച്ച് ജീവിക്കുവാൻ, അതിനനുസരിച്ച് തങ്ങളുടെ ജീവിതത്തെ തന്നെ ക്രമീകരിക്കുവാൻ അവരെപ്പോഴും തയ്യാറുള്ളവരാണ്. രണ്ടാമത്തെ കാര്യം എന്തെന്ന് പറയുന്നത് അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ല എന്ന് അവർക്കറിയാം. ചില ആൾക്കാർ ഭാവിക്കുന്നത് എനിക്കെല്ലാം അറിയാമെന്നാണ്. എന്നാൽ ഇവർ അതിബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ നേരെ തിരിച്ചാണ്. തങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ല, ഭൂമിയിൽ സൂര്യൻ്റെ കീഴെയുള്ള എല്ലാ കാര്യങ്ങളും അറിയില്ല എന്ന് അവർക്ക് മറ്റാരെക്കാളും നന്നായിട്ട് നല്ലതുപോലെ അറിയാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ വളരെ ക്യൂരിയസ് ആണ്. നമ്മൾ ഏറ്റവും നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയും അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് ആലോചിക്കുകയും ചെയ്യും. ഐസക് ന്യൂട്ടൻ്റെ ആപ്പിളിൻ്റെ കഥ നമുക്ക് നല്ലതുപോലെ അറിയാം. ആപ്പിൾ വീഴുന്ന ലോകത്തിലെ കോടിക്കണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ സിദ്ധാന്തം അല്ലെങ്കിൽ ആ സിദ്ധാന്തത്തെ ക്രമീകരിക്കുവാനായിട്ട് രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട് കഴിഞ്ഞത്. അത് നിരീക്ഷണ പാഠവും ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് നമുക്കറിയാം. അതിബുദ്ധിമാന്മാരുടെ മൂന്നാമത്തെ ലക്ഷണം അതുതന്നെയാണ്. നല്ല നിരീക്ഷണ പാഠവുമുണ്ട്. വളരെ ക്യൂരിയസാണ്. ഏറ്റവും നിസ്സാരമെന്നും മറ്റുള്ളവർ കരുതുന്ന കാര്യങ്ങളോട് പോലും വളരെ ക്യൂരിയസാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ വളരെ തുറവിയുള്ള അല്ലെങ്കിൽ തുറന്ന മനസ്ഥിതി ഉള്ളവരാണ്. പുതിയ ആശയങ്ങളും ചിന്തകളും തങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ അവർ എപ്പോഴും തയ്യാറാണ്. അവർ അടഞ്ഞ മനസ്ഥിതിക്കാരല്ല. അല്ലെങ്കിൽ ചില ആശയങ്ങൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഫണൽ വെച്ച് അല്ലെങ്കിൽ അരിപ്പ വെച്ച് ചില കാര്യങ്ങൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളുകളല്ല. എല്ലാ കാര്യങ്ങളും എല്ലാ ആശയങ്ങളും സ്വീകരിക്കുവാനായിട്ട്, ഉൾക്കൊള്ളുവാനായിട്ട്, മനസ്സിലാക്കുവാനായിട്ട്, അല്ലെങ്കിൽ അതെന്താണ്, ഒരുപക്ഷെ അവരുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങളാണെങ്കിൽ പോലും അതെന്താണ് മനസ്സിലാക്കുവാനായിട്ട് അവർ എപ്പോഴും തയ്യാറായിരിക്കും. അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത് അവർ ഒറ്റയ്ക്കിരിക്കുവാൻ, ഏകാന്തമായി ഇരിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ആ സമയം അവർ വെറുതെ ഇരിക്കുകയില്ല, സമയം പാഴാക്കുകയില്ല, സോഷ്യൽ മീഡിയയിൽ ചിലവഴിക്കുകയില്ല. മറിച്ച് തങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയെക്കുറിച്ച്, അല്ലെങ്കിൽ ജീവിത കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ലോക കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ചില ചിന്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മനനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചിന്ത അല്ലെങ്കിൽ അനുഭവത്തിലായിരിക്കും. നമ്മൾ സ്വന്തം കമ്പനി എന്നൊക്കെ പറയുമല്ലോ, സ്വന്തമായിട്ടിരിക്കാൻ, ഒറ്റയ്ക്കിരിക്കുക, മറ്റാരുടെയും സഹവാസമില്ല, ഒറ്റയ്ക്കിരിക്കുവാൻ അവർ കൂടുതലായിട്ട് ഇഷ്ടപ്പെടും. അടുത്ത കാര്യമെന്ന് പറയുന്നത് അവർ സ്വയം നിയന്ത്രണമുള്ളവരാണ്. തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ അവർക്ക് നല്ലതുപോലെ അറിയാം. വളരെ പ്ലാനോടുകൂടെ പദ്ധതി അനുസരിച്ച് കാര്യങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവർക്ക് നല്ലതായിട്ട് സാധിക്കും. അടുത്ത കാര്യം എന്ന് പറയുന്നത് അവർ വളരെ വികാരത്തെ ഉൾക്കൊള്ളുന്നവരാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കുന്നവരാണ്. നമ്മൾ എമ്പതറ്റിക് എന്ന് പറയുമല്ലോ, മറ്റുള്ളവരുടെ ഷൂസിനകത്ത് കിടന്ന് അവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ, പ്രതികരിക്കുവാൻ ചിന്തയുള്ള അല്ലെങ്കിൽ മനസ്ഥിതിയുള്ള മനുഷ്യരാണ് അതിബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ. അടുത്ത അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പരന്ന വായനയും ആഴത്തിലുള്ള വായനയും ഉണ്ടായിരിക്കും. ലോകത്തിലുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചുമുള്ള ചിന്തകൾ, പുസ്തകങ്ങളൊക്കെ അവർ വായിക്കാൻ തയ്യാറാണ്. അതോടൊപ്പം തന്നെ ചില വിഷയങ്ങളെക്കുറിച്ച്, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം കൂടെ അവർ വായിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളുവാൻ തയ്യാറാണ്. അവർ തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് എന്നുള്ള ചിന്തകൾ ജീവിക്കുന്ന ആൾക്കാരാണ്. എല്ലാം ചില ചുറ്റുവട്ടങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ ചില ചതുരങ്ങൾക്കുള്ളിൽ മാത്രം ചിന്തിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരല്ല, അതിന് പുറത്തേക്ക് കടന്ന് ചിന്തിക്കുവാൻ അവർക്ക് താല്പര്യമാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അവർ വളരെ താമസിച്ചുറങ്ങുകയും താമസിച്ച് എഴുന്നേൽക്കുകയും ചെയ്യുന്ന ആളുകൾ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ടല്ലോ, ആ ക്ലോക്കിനെ ബ്രേക്ക് ചെയ്യുവാൻ അവർ എപ്പോഴും ഉത്സുകരായിരിക്കും. വളരെ രസകരമായ മറ്റൊരു ചിന്ത എന്ന് പറയുന്നത് ഈ കുടുംബത്തിലെ മൂത്തയാൾ വളരെ ബുദ്ധിമാനായിരിക്കും. എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല, എങ്കിലും വളരെ രസകരമായ ഒരു പഠന ചിന്ത അങ്ങനെയാണ് വരുന്നത്. കുടുംബത്തിലെ ഏറ്റവും മൂത്തയാൾ അതിബുദ്ധിമാനായ ആളായിരിക്കും. അടുത്ത കാര്യമെന്ന് പറയുന്നത് ഇവർ പെട്ടെന്ന് ടെൻഷനാകുന്ന ആളുകളായിരിക്കും. ഇവർ വൈകാരികമായി കുറച്ചുകൂടെ റിജിഡായിട്ടുള്ള ആളുകൾ നമുക്ക് വേണമെങ്കിൽ പറയാം. വളരെ പെട്ടെന്ന് ടെൻഷനാകുന്ന അല്ലെങ്കിൽ ആങ്സൈറ്റി ഉള്ള ആളുകളെന്ന് ഇവരെക്കുറിച്ച് പറയാൻ സാധിക്കും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇവരുടെ ഫിസിക്കലായിട്ടുള്ളൊരു രീതി ഇങ്ങനെയാണ്. വളരെ വേഗത്തിൽ അല്ലെങ്കിൽ വളരെ സാവധാനത്തിൽ നടക്കുന്നവരായിരിക്കും. ഇവർ ചില ആൾക്കാർ ശ്രദ്ധിച്ചാൽ വളരെ വേഗത്തിൽ നടക്കും, ചില ആൾക്കാർ വളരെ ചിന്തിച്ച് സാവധാനത്തിൽ വളരെ പതുക്കെ, സാധാരണ നോർമലായിട്ടൊരാൾ നടക്കുന്ന സ്പീഡിനേക്കാളും പേസിനേക്കാളും വളരെ കുറച്ച് വളരെ പതുക്കെ നടക്കുന്ന ആളുകൾ. ഈ രണ്ട്
എക്സ്ട്രീമിലും അവർ പോകാറുണ്ട്, അതിബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ. ഏറ്റവും അവസാനത്തെ കാര്യമെന്ന് പറയുന്നത്, നമുക്ക് വളരെ പ്രയാസകരമെന്ന് തോന്നുന്ന ഒരുപാട് ചിന്തകൾ അവരുടെ തലയിൽ കൂടെ കടന്നു പോകും. ഇവരോട് സംസാരിക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് തന്നെ വളരെ കൺഫ്യൂഷനാകും. എന്താണ് ഇവർ പറയുന്നത്? എൻ്റെ ബുദ്ധിക്ക് കോംപ്രഹെൻഡ് ചെയ്യുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ, ഉൾക്കൊള്ളുവാൻ കഴിയാത്ത തരത്തിലുള്ള വളരെ വിശാലമായ ഉയർന്ന ചിന്തകളാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: അവർ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല, അവൻ പറയുന്നത്, അവൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അതിബുദ്ധിമാന്മാരുടെ ചിന്തകൾ വളരെ ഉന്നത തലത്തിലുള്ളതായിരിക്കും, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ഇതാണ് വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകളുടെ പ്രധാന ചിന്തകൾ, അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള പ്രധാന കാര്യങ്ങൾ എന്ന് നമുക്ക് പറയാനായി സാധിക്കും. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.